ജയ് ജവാൻ ജയ് കിസാൻ. പാരഗ്രാഫ്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഗംഗാനദിക്ക് കുറുകെ നീന്തുന്ന ഒരു ബാലൻ ഉണ്ടായിരുന്നു. ഫുൾ സ്റ്റോപ്പ്. ശൈത്യകാലത്ത് ഗംഗാനദിയിലെ ജലത്തിന് ശരീരം കോച്ചിപ്പോകുന്ന തരത്തിലുള്ള തണുപ്പാണ്. ഫുൾ സ്റ്റോപ്പ്. പക്ഷേ ആ തണുപ്പിനെ അവഗണിച്ച് ആ ബാലൻ ഗംഗാ നദിയുടെ ഓളങ്ങളെ വകഞ്ഞു മാറ്റി മറുകരയിൽ എത്തി. ഫുൾ സ്റ്റോപ്പ്. ആളുകളെ മറുകരയിൽ എത്തിച്ചിരുന്ന കടത്തുകാർ അത്ഭുതത്തോടെ ആ ബാലനെ നോക്കി. ഫുൾ സ്റ്റോപ്പ്. ഒറ്റ ലൈൻ. ഒരിക്കൽ അവർ അവനോട് ചോദിച്ചു, ഡബിൾ ഇൻവേർട്ടഡ് കോമ, നീ എവിടേക്കാണ് പോകുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക്. കൊട്ടേഷൻ ക്ലോസ്. കൊട്ടേഷൻ മാർക്ക്. ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. കൊട്ടേഷൻ ക്ലോസ്. ഹൈഫൻ. അവൻ മറുപടി പറഞ്ഞു. ഫുൾ സ്റ്റോപ്പ്. കടത്തുകാർക്ക് അത്ഭുതമായി. ഫുൾ സ്റ്റോപ്പ്. അവർ വീണ്ടും അവനോട് ചോദിച്ചു. ഇൻവേർട്ടഡ് ക്ലോസ്. ഇൻവേർട്ടഡ് കോമായി. ഇത്രയേറെ വള്ളങ്ങളും കടത്തുകാരും ഉള്ളപ്പോൾ നീ എന്തിനാണ് നദി നീന്തിക്കടന്ന് പോകുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക്. കൊട്ടേഷൻ ക്ലോസ്. അടുത്ത പാരഗ്രാഫ്. ഇൻവേർട്ടഡ് കോമയിൽ ഞാൻ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത്. ഫുൾ സ്റ്റോപ്പ്. വള്ളത്തിൽ കയറണമെങ്കിൽ കടത്തുകാർക്ക് പണം കൊടുക്കണമല്ലോ, അതിനുള്ള വരുമാനം എൻ്റെ മാതാപിതാക്കൾക്കില്ല. ഫുൾ സ്റ്റോപ്പ്. അതുകൊണ്ടാണ് ഞാൻ നദി ദിവസവും നീന്തി കടക്കുന്നത്. ഫുൾ സ്റ്റോപ്പ്. ഇൻവേർട്ടഡ് ക്ലോസ്. ഇൻവേർട്ടഡ് കോമയിൽ അവൻ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ഫുൾ സ്റ്റോപ്പ്. ആ ബാലൻ ആരാണെന്ന് അറിയാമോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഇൻവേർട്ടഡ് ക്ലോസ്. ഹൈഫൻ. തൻ്റെ ചുറ്റുമിരിക്കുന്ന മൂവർ സംഘത്തോട് ഉണ്ണീരിയമ്മ ചോദിച്ചു. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. 3 പേരും പരസ്പരം ഉത്തരം അറിയാതെ നോക്കി ഇരിക്കവേ ഉണ്ണീരിയമ്മ തന്നെ ഉത്തരവും പറഞ്ഞു. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. ഇൻവേർട്ടറിലെ അത് മറ്റാരുമല്ല, ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ഫുൾ സ്റ്റോപ്പ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു മുദ്രാവാക്യം ഉണ്ട്. അത് നിങ്ങൾക്കറിയുമോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഇൻവേർട്ടഡ് ക്ലോസ്. ഇൻവേർട്ടഡ് കോമയിലെ ജയ് ജവാൻ ജയ് കിസാൻ ഇൻവേർട്ടഡ് ക്ലോസ്. കുഞ്ഞുണ്ണിയാണ് ഉത്തരം പറഞ്ഞത്. ഫുൾ സ്റ്റോപ്പ്. ഉണ്ണീരിയമ്മ തുടർന്നു. അടുത്ത പാരഗ്രാഫ്.